കേക്കൊക്കെ വാങ്ങിയുള്ള പോക്കാണ് ഈ കാണുന്നത്. എന്തിനാണെന്നറിയോ? അതെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് വളരെ സന്തോഷിച്ച ഒരു ദിവസം. അതിൻ്റെ ചെറിയൊരു ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ കൂടെ ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. കേക്കൊക്കെ ഏതാ ദക്ഷക്കുട്ടിക്ക് കൊടുത്തു, മോന് കൊടുത്തു, പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിച്ചു. പിന്നെ ഞാൻ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അനിയത്തി ആ സമയത്ത് ഇല്ലായിരുന്നു, ക്ലാസ്സിന് പോയി. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, അത് വൈകുന്നേരം വെച്ചത്. ഞാൻ ദക്ഷക്കുട്ടിക്ക് ഒരു ഗ്ലാസ് കൊടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു, പിടിക്ക് ചൂടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ടേബിളിൽ വെച്ച് കൊടുത്തു, കഴിച്ചോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് അനിയത്തി ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നത്. അത് തുറന്നു നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണെന്ന്. തുറന്നു വന്നപ്പം സംഗതി എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾ എത്ര പേരുടെ കയ്യിലുണ്ട്? ഇതിങ്ങനെ സൈഡിൽ പ്രസ് ചെയ്താൽ അത് ഫോട്ടോ വരും. അല്ലാത്ത സമയത്ത് നമുക്ക് മിററായി യൂസ് ചെയ്യാം. ഹലോ, നിങ്ങൾ ഇത്രയും നേരം കണ്ടത് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു. വളരെ ആർഭാടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ എൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം വളരെ സന്തോഷമായി ഞങ്ങൾ ചിലവഴിക്കുകയാണ് ചെയ്തത്. എൻ്റെ മാരേജ് 2021 സെപ്റ്റംബർ 3-ാം തീയതി ആയിരുന്നു. ഞാൻ ആ സമയം ഓൾമോസ്റ്റ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. റിസൾട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണശേഷമാണ് റിസൾട്ടൊക്കെ വന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അത്ര നേരത്തെ മാരേജ് ചെയ്തത്, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ആരായാലും ചോദിച്ചു പോകും. കാരണം വിവാഹപ്രായം 21 ആക്കിയെങ്കിൽ പോലും ആ 21-20 കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നും അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ആക്ച്വലി എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടും അങ്ങനെ ഞാൻ കല്യാണം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. അന്ന് ഞാൻ കൂടുതലൊന്നും അതിനെ പറ്റിയും ഇങ്ങനെ ആധികാരികമായിട്ടൊന്നും ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കാമെന്ന് അച്ഛനും അമ്മയും ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നപ്പം ഓക്കെ. സോ അത് അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്, പക്ക അറേഞ്ച്ഡ് മാരേജാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ശേഷമാണ് ഞാൻ ഈ ഒരു മാരേജ് ലൈഫിനെ പറ്റി പുറത്ത് കാണുന്ന ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അല്ല ആ ലൈഫിലേക്ക് കിടക്കുമ്പോൾ. അത് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് ഈ ഒരു 3 കൊല്ലം കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊരു കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ, ജസ്റ്റ് ഫോൺ കോൾ, ഇടയ്ക്കുള്ള ഒരു കാണൽ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു 3 വർഷക്കാലത്തിനിടയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എൻ്റെ ഡ്രീംസ് പെർസ്യൂ ചെയ്യാൻ, എനിക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ ഒക്കെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണശേഷമാണ് ഞാൻ PG ചെയ്തത്. ഇപ്പം ഞാൻ BEd ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ സൗകര്യങ്ങളും എൻ്റെ ഏത് വിഷമത്തിലാണ് നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ. സോ ഈ ഒരു 3 വർഷം കഴിയുന്ന ഈ ഒരു സമയത്ത് എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ദൈവത്തോട് ഞാനതിൽ നന്ദി പറയുന്നു. കാരണം മറ്റൊരു ഘടകങ്ങളും ഞാനതിൽ നോക്കുന്നില്ല. ഈ ഒരു മാരേജിൽ ഹസ്ബൻഡിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി, വളരെയധികം സന്തോഷമാണ്. അങ്ങനെ തന്നെ പോവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇതുവരെയുള്ള ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും, കാര്യങ്ങളുണ്ടാവും. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു കേക്ക് കട്ട് ചെയ്യുന്നു, ഒരു പായസം കഴിക്കുന്നു, അത്രയും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കാതെ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ, ഞാൻ വിചാരിക്കാത്തതിനേക്കാൾ അധികം സമ്മാനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് കാണാം. ഇതാണ്, ഇത് ഒരു മിററാണ്, കാണാമല്ലോ, മിററാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ ഇതിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല. ഫോട്ടോ ഉണ്ട്. ഇതെനിക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു സംഭവം ഫസ്റ്റ് ഞാൻ കാണുന്നത് എൻ്റെ ദക്ഷക്കുട്ടിയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് അവളുടെ അമ്മ ഗിഫ്റ്റ് ചെയ്തപ്പം, അതായത് ഏട്ടൻ്റെ വൈഫ് അമൃതേച്ചി ഗിഫ്റ്റ് ചെയ്തത് കണ്ടപ്പോഴാണ്. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഒരെണ്ണം ചെയ്യണം എന്നൊക്കെ. പക്ഷേ മനസ്സറിഞ്ഞ പോലെ തന്നെ അവൾ ചെയ്തു തന്നു. അത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ എടുത്തൊരു പിക്കാണ്. അപ്പം അത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിന് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഞാൻ അന്ന് വെഡിങ് ആനിവേഴ്സറീൻ്റെ ആ ഒരു വീഡിയോയിലെടുത്ത ഈ ഒരു സാരി കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ചുങ്കിടി സാരി എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഏരിയയിലൊക്കെ ഞങ്ങൾ ചുങ്കിടി സാരി എന്ന് പറയും. ബ്ലാക്ക് കളറ്. ഇതെനിക്ക് അമ്മ വാങ്ങി തന്നാണ്. ഇതിനൊരു വൈറ്റ് ബ്ലൗസ് ഉണ്ടായി. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ അടുപ്പിച്ചിട്ടില്ല, വൈറ്റ് ബ്ലൗസ് വെച്ചിട്ടാണ് ഞാനത് പെയർ ചെയ്തത്. പിന്നെ ആ ഒരു വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡ് ഇട്ട ആ ഒരു ഷർട്ട്, അത് ഞാൻ വാങ്ങിക്കൊടുത്താണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ വാങ്ങിയതാണ് ഈ ജീൻസ്. വേറെ ഒരു ഷർട്ട് അമൃതേച്ചി എൻ്റെ ഏട്ടനും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാ ഈ ഒരു ടോപ്പ്, ഇതും
എനിക്ക് ചേച്ചി വാങ്ങി തന്നതാണ്. പിങ്ക് കളർ, ഞാൻ പിങ്ക് കളർ ഒരു ജിംക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, വെറുതെ വാങ്ങിയതാണ്. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ ഡ്രസ്സ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ കയ്യിലില്ല. അനീതിക്കുണ്ടോ കാരണം ഞാൻ ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ചേച്ചി വാങ്ങി തന്നു. എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ് ഈ ഒരു ടോപ്പ്. ഭയങ്കര വെളിച്ചമാണ് തോന്നുന്നു. ഞാൻ പൊതുവേ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപാട് ഡാർക്ക് കളർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. എനിക്കിഷ്ടമാണ് ഈ കളറ്. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ആനിവേഴ്സറിക്ക്. പിന്നെ കേക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ് ചെയ്തു തന്നത്. അടിപൊളി കേക്കായിരുന്നു. ഞാൻ ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എന്താ പറയുക സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വലിയ എന്താ പറയുക ആർഭാടത്തിൽ അങ്ങനെ കഴിക്കണം എന്നൊന്നും എനിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മാത്രമുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ, അത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഹാപ്പി ആയിട്ട് നടന്നു. അപ്പോൾ അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ബൈ.